കൃപാസന മാതാവിനും പരിശുദ്ധ പിതാവിനും 1000 നന്ദി പറയുന്നു. ആദ്യമായിട്ട് എൻ്റെ പേര് മനോജ് മാത്യു. ഇതെൻ്റെ വൈഫാണ് ലിബി. ഞങ്ങൾ രണ്ടുപേരും കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നു 12 വർഷമായിട്ട്. എൻ്റെ വീട് ചേർപ്പുങ്കിലാണ്, കല്ലൂർപ്പള്ളി ഇടവാംഗമാണ്. ഞങ്ങൾ കഴിഞ്ഞ ഒക്ടോബറിൽ ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്തു. അതിന് ഒരു കാരണമുണ്ടായിരുന്നു. 2011 എൻ്റെ വൈഫിന് തൈറോയിഡിൽ ഒരു ക്യാൻസർ വരികയും അത് ഞങ്ങൾ 2011 തന്നെ തൈറോയിഡ്ടമി ചെയ്ത് റിമൂവ് ചെയ്ത് സർജറി കഴിഞ്ഞായിരുന്നു. തിരിച്ച് ഞങ്ങൾ കുവൈറ്റിൽ ജോലിക്ക് പോയി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ നടക്കുകയായിരുന്നു. പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2023 ഓഗസ്റ്റിൽ വൈഫ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ കാലിന് നീരും അതുപോലെ തന്നെ വേദനയും ഭയങ്കരമായിട്ട് അസ്വസ്ഥതകൾ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അവിടെ കുവൈറ്റിലെ മിനിസ്ട്രിയിൽ MRI ചെയ്യാൻ തീരുമാനിക്കുകയും MRI എടുത്ത ശേഷം ലിബിയുടെ കഴുത്തിൻ്റെ പിറകിൽ C1 ഒരു ട്യൂമർ കണ്ടെത്തുകയും ആ ട്യൂമർ കൊണ്ടാണോ ആ പെയിനും ആ നീരും വരുന്നതെന്നൊരു സംശയങ്ങളുണ്ടാവുകയും ചെയ്തു. അപ്പം ഞങ്ങൾ ശരിക്കും അത് പേടിച്ചു. കാരണം ഞങ്ങൾക്ക് ഓൾറെഡി ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊന്ന് ശരിക്കും പേടിച്ചു. അപ്പം ഞങ്ങൾ കുഴപ്പമില്ല, അത് ചിലപ്പോൾ ഡ്യൂട്ടിയുടെ ഹാർഡ് വർക്ക് കൊണ്ടായിരിക്കാം വേദനയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കത് സർജറി ചെയ്ത് അതങ്ങ് മാറ്റി ഒന്ന് ബയോപ്സി വിടാം എന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. എന്നാലും വൈഫിന് ഭയങ്കര പേടിയായിരുന്നു. പിന്നീട് സർജറി C1 അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു അത് ഇമ്മീഡിയറ്റ്ലി വേണ്ട, പയ്യെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങളത് രണ്ടാമതൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ ഇമ്മീഡിയറ്റ്ലി നാട്ടിലേക്ക് വന്നു. ഞങ്ങളൊരു ന്യൂറോ സർജനെ കണ്ടുപിടിച്ചു. ഡോക്ടർ പിന്നെയും ഇവിടെ വന്ന് MRI എടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടാമത് MRI എടുത്തു. അപ്പം അതും ആ ഒരു ഗ്രോത്ത് ഇല്ലാതെ ആ സെയിം പൊസിഷനിൽ തന്നെ നിൽക്കുന്നു. ഡോക്ടർ പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും പേടിക്കണ്ട, ഇതവിടെ ഇരുന്നോട്ടെ, ആർക്കും ഒരു ശല്യമൊന്നുമില്ല, അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാനൊരു 3 മാസത്തെ ടാബ്ലറ്റ്സ് തരാം, അത് നിങ്ങൾ കഴിച്ചാൽ മതി, ഓട്ടോമാറ്റിക് തന്നെ വേദനകൾ മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് തന്നെ ഞങ്ങൾ നാട്ടിലോട്ട് വരുന്നതിന് മുമ്പ് തന്നെ കുവൈറ്റിൽ വെച്ച് ലിബിയുടെ ഒരു ഫ്രണ്ട്, ഒരു നോൺ ക്രിസ്ത്യൻ, പുള്ളിക്കാരത്തിയോട് ഇങ്ങനെ ഈ ഒരു സംഭവം പറഞ്ഞപ്പം പുള്ളിക്കാരത്തി പറഞ്ഞു കൃപാസനം എന്നൊരു സ്ഥലം ആലപ്പുഴയുണ്ട്, അവിടെ നിന്ന് പോയി ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്, ഒരത്ഭുതം സംഭവിക്കും എന്ന് ആ നോൺ ക്രിസ്ത്യൻ ഞങ്ങളോട് പറഞ്ഞപ്പം ഞങ്ങൾ ശരിക്കും അമ്പരന്ന് പോയി. ശരിക്കും കാരണം ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് അങ്ങനൊരു സംഭവം കേട്ടപ്പം തന്നെ ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. അപ്പം എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ ഒരു അഹങ്കാരം വളരെ വലുതായിരുന്നു. ഞാനോർത്തു ഞാൻ ഈ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ വിശ്വാസവും എന്നുള്ള ഒരു അഹങ്കാരത്തിലാണ് ഞാൻ ശരിക്കും നടന്നത്. അപ്പം ഞാനോർത്തു ഓക്കെ, എന്നാൽ പിന്നെ നമുക്കതൊരു നാട്ടിൽ പോയി വരുന്നത് കൊണ്ട് കൃപാസനത്തിൽ വന്ന് അച്ഛനെ ഒന്ന് കാണാം, അല്ലെങ്കിൽ ഒരു ഉടമ്പടി എടുക്കാം എന്ന് കരുതി ഞാൻ മടിച്ചു. ഞാൻ വേണ്ട, വൈഫിനെ കൊണ്ട് തന്നെ ഉടമ്പടി എടുപ്പിക്കാം, കാരണം അവർക്കാണല്ലോ അസുഖം എന്ന് കരുതി തന്നെയാണ് ഞാൻ പറഞ്ഞത്, അവളെ കൊണ്ട് തന്നെ എടുപ്പിക്കാമെന്ന് ഞാൻ കരുതി. അതാണ് എൻ്റെ ഒരു അഹങ്കാരം എന്ന് ഞാനൊന്ന് പറഞ്ഞതിൻ്റെ കാരണം. അപ്പം ഞാൻ ഇവിടെ വന്ന് ഡോക്ടറെ കണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പം ഇവക്കൊരു കാരണവശാലും കൃപാസനത്തിൽ വരാൻ സാധിക്കുന്നില്ല, കാലനീരും അതുപോലെ തന്നെ വേദന, അസ്വസ്ഥതയും. അപ്പം ഞാൻ ഓർത്തു ഓക്കെ, അത് ചിലപ്പോൾ എനിക്ക് തന്നെ എടുക്കാനായിരിക്കും എന്ന് കരുതി തന്നെ ഞാൻ ഒറ്റയ്ക്ക് കൃപാസനത്തിൽ വന്നു. അപ്പോൾ ആസ് യൂഷ്വൽ എല്ലാവരും വരുന്ന പോലെ തന്നെ കൃപാസനത്തിൽ വന്നു, ചുറ്റുപാടൊക്കെ കണ്ടു. ഞാൻ ഓർത്തു ഒരു ഉടമ്പടി എടുത്തേക്കാം, പേരിന് കുറച്ച് സമയമുള്ളൂ. ഞാൻ ഉടമ്പടി എടുത്തു. തിരിച്ച് ഇവിടുത്തെ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോയി. ഞങ്ങൾ വൈഫിനോട് പറഞ്ഞു ഉടമ്പടി എടുത്ത് പേടിക്കണ്ട, ധൈര്യമായിട്ട് ഇരുന്നോളാൻ പറഞ്ഞു. ഞങ്ങൾ കുവൈറ്റിൽ ചെന്നു. 2024 ഫെബ്രുവരി ആയപ്പോഴത്തേക്കും സെയിം പ്രോബ്ലം വൈഫിന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ ആ ഉടമ്പടി എടുത്തത് കൊണ്ട് ഓൾറെഡി തന്നെ 5:00 പ്രെയർ തുടങ്ങി, വൈകുന്നേരത്തെ പ്രെയറും പ്രതീക്ഷണ പ്രാർത്ഥനകളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനൊരു ക്ലാരിറ്റി ശരിക്കും ഇല്ല എന്നുള്ളത് എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. എന്നാലും ഞാൻ വൈഫിൻ്റെ മുമ്പിൽ അവൾക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് കരുതി തന്നെയാണ് ഞാൻ വൈഫിനോട് പറയുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, അവൾക്കൊരു ആത്മധൈര്യം കിട്ടിക്കോട്ടെ എന്ന് വെച്ച് തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു.
പക്ഷേ വൈഫിനും പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു. ഓ, ഇതല്ലേ ഇത്രയല്ലേ ഉള്ളൂ. പക്ഷെ ഞാൻ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമായിരുന്നു വൈഫിനും കണ്ട് തിരിച്ച് വരാൻ വേണ്ടി. പക്ഷേ വൈഫിന് പിന്നെ ഓക്കെ, ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ തുടങ്ങി. ഫെബ്രുവരി ആയപ്പം പിന്നെ സെയിം വേദന വന്നപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ ഡോക്ടറെ കോവിറ്റ് കണ്ടു. ഞങ്ങൾ ഡോക്ടറെ കണ്ട് ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടെ MRI എടുത്ത് നോക്കാം, അതിൻ്റെ വലിയ വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നറിയാൻ. ഞങ്ങൾ MRI എടുത്ത് നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു മുഴ അവിടെ തന്നെ ഉണ്ട്, പക്ഷെ അത് 1 വർഷം കൊണ്ട് വളരേണ്ട ഗ്രോത്ത് 3 മാസം കൊണ്ട് വളർന്നു എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയി. അത്രയും പെട്ടെന്നൊരു ഗ്രോത്ത് അവിടെ വരാൻ കാരണമാണെന്ന്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു കാരണവശാലും വെയിറ്റ് ചെയ്യേണ്ട, ഇമ്മീഡിയറ്റ്ലി അവിടെ നിന്ന് തന്നെ സർജറി ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിന്നെയും ഒരു സംശയം. അപ്പോൾ എൻ്റെ പ്രാർത്ഥനകളിലൊക്കെ വിശ്വാസങ്ങൾ പിന്നെ കൂടാൻ തുടങ്ങി. ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന വഴിക്ക് വണ്ടിയെ തന്നെ കൃപാസനം ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങളും അതുപോലെ തന്നെ ഓഫീസിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു ഹെഡ്സെറ്റിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഇടയ്ക്ക് തന്നെ ഒരു ഹെഡ്സെറ്റ് കൊണ്ട് ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന സാക്ഷ്യങ്ങൾ കൂടുതൽ കേൾക്കാൻ തുടങ്ങി. അപ്പം കേൾക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഓൾറെഡി തന്നെ എൻ്റെ ശരീരത്തിനും മനസ്സിലും ഓരോ വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങി. ഞാൻ പയ്യെ കുമ്പസാരത്തിനും പള്ളിയിൽ പോകാനും പയ്യെ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ പ്രൊസീജിയർ തുടങ്ങിയപ്പം ഓട്ടോമാറ്റിക് തന്നെ എനിക്ക് തന്നെ ഭയങ്കര വിശ്വാസത്തിലൂടെ വരാൻ തുടങ്ങി. അപ്പം ഞാൻ എൻ്റെ വൈഫ് വന്നില്ലെങ്കിലും ഞാൻ ഓട്ടോമാറ്റിക് തന്നെ പ്രാർത്ഥനകളിലെല്ലാം കൂടാൻ തുടങ്ങി. അച്ഛൻ്റെ പ്രാർത്ഥന ശരിക്കും ഒരു ദിവസം ഒരു 3 സാക്ഷിയിലും കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ആശ്വാസം തന്നെയായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങനെ പോകുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് പിന്നെയും സംശയം. അപ്പം ഞാൻ പറഞ്ഞു ഇനി നമുക്ക് ഹോസ്പിറ്റലിലൊന്നും കാണിക്കണ്ട, ഞങ്ങൾ ജൂണിൽ ഓൾറെഡി ലീവ് കൺഫേം ചെയ്ത് നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പം ഞാൻ മാതാവിനോട് പ്രാവശ്യം മാതാവേ, ഞാൻ ഉടമ്പടി പ്രാർത്ഥന കേൾക്കുമ്പോൾ ഞാൻ കേൾക്കുന്നുണ്ട് ഒരുപാട് പേര് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും മാതാവിനോട് അവിടെ നിന്ന് തന്നെ ഒരു ഉടമ്പടി പ്രാർത്ഥനയോടൊപ്പം തന്നെ ഡേറ്റ് ഇട്ട് 6/6/2024 നാട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ ആ അസുഖം അവിടെ നിന്ന് ഒന്നെങ്കിൽ ആ അസുഖം തീർച്ചയായിട്ടും ആ മുഴ മാറണം, ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് ആസ് പഴയതുപോലെ തന്നെ ചെറുതായി മാറണം. ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കാൻ തുടങ്ങി എല്ലാവരും. പിന്നെ വീട്ടിൽ മോനുണ്ട്, വൈഫുണ്ട്, എല്ലാവരും പ്രാർത്ഥനയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. തൈലങ്ങൾ ഞങ്ങൾ കഴുത്തിൻ്റെ പിറകിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലാൻ തുടങ്ങി. പിന്നെ ഉപ്പ് മനഃപൂർവ്വം തന്നെ ഞാൻ എൻ്റെ വൈഫിന് കൊടുക്കുമായിരുന്നു. രാവിലെ ഒരു തുള്ളി ഉപ്പ് കൊടുത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ശരീരത്തിൻ്റെ അകത്തുള്ള എന്തെങ്കിലും ഒരു അസ്വസ്ഥതകളുണ്ടെങ്കിൽ മാറിക്കോട്ടെ എന്ന് കരുതി തന്നെ. പിന്നെ കാശുരൂപം എനിക്ക് കിട്ടിയ കാശുരൂപം ഞാൻ വൈഫിന് കൊടുത്തു. വൈഫിൻ്റെ കൊന്തയിൽ അത് ലോക്ക് ചെയ്ത് വെച്ച ശേഷം അത് കണ്ടിന്യൂസ് വൈഫ് ഇടാൻ തുടങ്ങി. അങ്ങനെയപ്പം ഞങ്ങൾ പ്രാർത്ഥനയിൽ ശരിക്കും വിശ്വാസവും പ്രാർത്ഥനയും തുടങ്ങിക്കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് 2 പേർക്കും ശരിക്കും ഒരു ആശ്വാസമായി. അപ്പം പല ആൾക്കാരും വൈഫ് നേഴ്സ് ആയതുകൊണ്ട് ഒരുപാട് പേർക്കറിയാം വൈഫിനെ. അപ്പോൾ എന്താ പ്രശ്നം എന്താണെന്ന് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങി. ഞങ്ങൾ നാട്ടിൽ വന്നു. ഞാൻ മാതാവിനെ ശരിക്കും പ്രാർത്ഥിച്ചിട്ട് വന്നേ. നാട്ടിൽ വന്നു. ഞങ്ങൾ ഇവിടെ ഒരു ഡൽഹിയിൽ എയിംസിൽ ഒരു ഡോക്ടറെ പോയി കണ്ടു, ന്യൂറോളജി ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു സെയിം MRI എടുക്കാം, നമുക്ക് ഒന്നുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ MRI എടുത്തപ്പോൾ ആ ഒരു മുഴ അത് പഴയതുപോലെ ചെറുതായി മാറി. അത് ദൈവത്തിനും മാതാവിനും ഒരുപാട് നന്ദി ഞങ്ങൾക്ക് പറയാൻ പറ്റും. ഒരുപാട് നന്ദിയുണ്ട് അതിന്. കാരണം ഞാനും ഓർത്തു ദൈവമേ അതൊരു ശരിക്കും ഒരു നല്ലൊരു അത്ഭുതമായി മാറി ഞങ്ങൾക്ക്. പെട്ടെന്ന് സർജറി ചെയ്യാനും വൈഫിനുള്ള സർജറിക്കുള്ള പേടിയും കേട്ടപ്പോൾ ഞങ്ങൾ ആ ഒരു മുഴയെ കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല, ഇമ്മീഡിയറ്റ്ലി ഒന്നും ചെയ്യേണ്ട, അവിടെ തന്നെ ഇരുന്നോടും ഡോക്ടർ പറഞ്ഞു. അതാണ് എൻ്റെ ആദ്യ ശേഷം. ഒരുപാട് മാതാവിന് നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾ പെറ്റ് സ്കാൻ ചെയ്തു. പഴയ എന്തെങ്കിലും ക്യാൻസറിൻ്റെ വേരിയേഷൻസ് ഉണ്ടോ എന്ന് അവിടെ തന്നെ ചെക്ക് ചെയ്തു. അതിൽ ഒന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അവളോട് ഒരു കുഴപ്പമില്ല. മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഉടമ്പടിയിൽ വെച്ചത് എൻ്റെ പെങ്ങളുടെ 2 പിള്ളേരുടെ എക്സാമിന് കാനഡയിൽ ഒരു വിസ പ്രോസസ്സിന് വേണ്ടി അവർ കൊടുത്തിട്ട് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കൂടെ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ജർമ്മൻ എക്സാം, രണ്ടാമത്തെ മോക്ക് ജർമ്മൻ എക്സാം പാസ്സാകാൻ വേണ്ടി 4 തവണ എക്സാം എഴുതിയതും പാസ്സാകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ വൈഫിൻ്റെ രോഗത്തിനൊപ്പം തന്നെ നിങ്ങളുടെയും പ്രാർത്ഥനകൾ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. അവർ 2 പേരും കാനഡയിലെ പ്രോസസ്സിങ്ങിൽ പോയി. ഒരാൾ ഓൾറെഡി കാനഡയിൽ ചെന്നു, മറ്റേ ആൾ ജർമ്മൻ പാസ്സായി. അത് എൻ്റെ നിയോഗത്തിൽ 2ാമത് വെച്ച കാര്യമായിരുന്നു. അത് മാതാവ് എനിക്ക് സാധിച്ചു തന്നു. 3ാമത് എന്നെ തന്നെ ഞാനൊന്ന് വിശദീകരിക്കാം. ഞാൻ ശരിക്കും പള്ളിയിലൊക്കെ പോകുമായിരുന്നു, ഭയങ്കര ഭക്തനൊക്കെയാണെന്ന് എല്ലാവരുടെ മുന്നിൽ കാണിക്കാൻ ഞാൻ മിടുക്കനായിരുന്നു. പക്ഷേ ശരിക്കും
ഞാൻ പള്ളി പോയി കഴിഞ്ഞാൽ കുർബാന സ്വീകരിക്കാറില്ല. അപ്പം എൻ്റെ മോൻ എന്നോട് ചോദിക്കും, എന്നാ അച്ചാച്ചൻ കുർബാന സ്വീകരിക്കാതെ ഇങ്ങനെ പള്ളി വന്ന് ചുമ്മാ ഇരിക്കുന്നത് എന്തിനാണ്? അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം, ചെയ്യുന്ന പാവങ്ങൾ പിന്നെയും പിന്നെയും ചെയ്യുവാണല്ലോ, പിന്നെ എങ്ങനെ ഞാൻ കുമ്പസാരിച്ച് കുർബാന കൈക്കൊള്ളൂ എന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. അപ്പം പിന്നീട് ഞാൻ ഉടമ്പടി എടുത്ത ശേഷം എൻ്റെ ഒരു നിയോഗത്തിൽ വെച്ചിരുന്നത് എന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടി മാതാവിന് അനുഗ്രഹം തരാൻ വേണ്ടി തരണമെന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. അതിന് മാതാവ് ആ ഉടമ്പടിക്ക് ശേഷം ഞാൻ ശരിക്കും കുമ്പസാരിക്കാൻ തുടങ്ങി. 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ പള്ളിയിൽ പോകാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ശരിക്കും ദൈവത്തിൽ ഒത്തിരി വിശ്വാസം വരാൻ തുടങ്ങി. അതുകൊണ്ട് എന്നെ പറ്റിയിരിക്കുന്ന പല ആൾക്കാർക്കും എൻ്റെ വിശ്വാസങ്ങളും ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് അമ്മയ്ക്കും ദൈവകുമാരനും 1000 നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികൾ ശരിക്കും നിങ്ങൾക്കറിയാം, കുവൈറ്റിലേക്ക് നമുക്ക് ഈ പബ്ലിക്കായിട്ട് പത്രങ്ങൾ കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എസ്പെഷ്യലി ഞാനാണെങ്കിൽ പള്ളിയിൽ ചെന്ന് കഴിയുമ്പം ഈ പത്രം കൊടുക്കുമ്പോൾ ഭയങ്കര സങ്കടം. എനിക്കാണെങ്കിൽ ഭയങ്കര ഷെയിം പോലെ ആദ്യമായിരുന്നു. ഞാൻ പയ്യായിരുന്നു ഓരോ പത്രങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഇതൊരു ബാധ്യതയാണല്ലോ എന്നൊരാദ്യമൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു. എന്നാലും പിന്നീട് ഞാൻ പയ്യെ ഓരോ പത്രങ്ങൾ കൊടുത്ത് ഓരോ പ്രാവശ്യവും ഒരു 3 സാക്ഷ്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൊണ്ട് ഒരു ആത്മധൈര്യം കിട്ടാൻ തുടങ്ങി. അപ്പം ഓട്ടോമാറ്റിക് തന്നെ ഞാൻ പത്രങ്ങൾ കൊടുത്തു തുടങ്ങി. എന്നിട്ട് എനിക്ക് മനസ്സിന് ഒരു സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ വന്നപ്പം കൃപാസന മാതാവിൻ്റെ ഫോട്ടോയും അതിൻ്റെ പിറകിൽ പ്രതീക്ഷണ പ്രാർത്ഥനയും വെച്ച് ഒരു 500 കോപ്പികൾ ഞാൻ പ്രിൻ്റ് എടുത്ത ശേഷം ഈ നാട്ടിൽ വന്ന കഴിഞ്ഞ ആഴ്ചകളിൽ ഓരോ ചടങ്ങുകളിലും പോയി ഞാൻ തന്നെ കൊടുക്കാൻ ഞാൻ ശ്രമിച്ചു. വൈഫ് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കൊടുക്കാൻ ശ്രമിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ അവിടെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നുണ്ട്. നമ്മളെക്കൊണ്ട് ചെയ്യാവുന്ന ക്യാഷായിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ വൈഫിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പല നേഴ്സസിനെയും പിള്ളേർക്ക് പനിയോ അസ്വസ്ഥതയോ ചുമയോ വരുമ്പോൾ ഞങ്ങളെ അന്നേരം വിളിക്കും. ഒരു ഡോക്ടർ എന്ന നിലയിൽ തന്നെ അവർ ഞങ്ങളെ ആദ്യം വിളിക്കും. കൃപാസനത്തിൽ ഇച്ചിരി എണ്ണ കൊണ്ട് തരാമോ, അല്ലെങ്കിൽ ഇച്ചിരി ഉപ്പ് കൊണ്ട് തരാമോ, ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന്. തീർച്ചയായിട്ടും ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കും. അവരെ നെറ്റിയിൽ കുരിശ് വരച്ച് ശരിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും. വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് തിരിച്ചു പോകും. പിറ്റേ ദിവസം തന്നെ ഞങ്ങളെ വിളിച്ച് പറയും കൊച്ചിൻ്റെ പനി മാറി, അല്ലെങ്കിൽ കൊച്ചിൻ്റെ കാലിൽ നീരുകൾ കുറഞ്ഞു, ഒത്തിരി സന്തോഷം. അങ്ങനെ ഒരുപാട് പേരെ ഞങ്ങൾ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർ 2-3 പേര് ഈ മാസം തന്നെ ഇവിടെ അവധിക്ക് വരുന്നുണ്ട്. അവർ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കണം എപ്പോഴും ഞാൻ പറയും, അവരെടുക്കാൻ തയ്യാറായി വരുന്നുണ്ട്. അതിന് ഒത്തിരി അമ്മ മാതാവ് സഹായിച്ചിട്ടുണ്ട്. ഈശോയ്ക്ക് ഒരുപാട് നന്ദി. വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.